ഭാരതം വികസിത രാജ്യമെന്ന യാത്രയിലേക്ക് ശക്തമായ അടിത്തറ പടുത്തുയർത്തിയതായി കേന്ദ്ര സർക്കാർ. ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് സാമ്പത്തിക മേഖലയിൽ വൻ കുതിച്ചുചാട്ടമുണ്ടായി. 25 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റി. വടക്ക് കിഴക്കൻ മേഖലയിൽ സമാധാനവും വികസനവും ഉറപ്പാക്കി. പ്രതിരോധ മേഖലയിൽ ഉൾപ്പെടെ മേക്ക് ഇൻ ഇന്ത്യ വിജയകരമാക്കാൻ സാധിച്ചുവെന്നും മോദി സർക്കാരിൻ്റെ 11 വർഷം പരിപാടിയിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വിശദീകരിച്ചു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണനൊപ്പം ചേരുന്നു. ജിഷ്ണു, അശ്വിനി വൈഷ്ണവ് എന്തൊക്കെയാണ് പറഞ്ഞത്? കൃഷ്ണാജ്, കഴിഞ്ഞ 11 വർഷത്തിൽ ഭാരതത്തിൽ മോദി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ, വികസന പദ്ധതികൾ, പ്രവർത്തനങ്ങൾ, നയരൂപീകരണം എന്നിവ സംബന്ധിച്ചുള്ളൊരു വിശദീകരണമാണ് മോദി ഭരണത്തിൻ്റെ 11 വർഷം എന്ന പരിപാടിയിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് നടത്തിയിട്ടുള്ളത്. അതിൽ അദ്ദേഹം ആദ്യവും അവസാനവും എടുത്തു പറഞ്ഞിട്ടുള്ളത് ഭാരതം എന്ന നമ്മുടെ രാജ്യം വികസിത രാജ്യമായി മാറുന്നതിനുള്ള യാത്രയിലാണ്. അതിൻ്റെ അടിത്തറ ഇതിനോടകം അതിശക്തമായി പടുത്തുയർത്തി കഴിഞ്ഞു. ആ വികസിത രാജ്യമെന്ന ലക്ഷ്യം എത്തിപ്പിടിക്കുന്നതിനുള്ള യാത്രയിലാണ്. ആ വേഗത്തിന് കുതിപ്പ് പകർന്നുകൊണ്ടാണ് മോദി സർക്കാരിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും എന്നുള്ളതാണ് ആ പ്രസംഗത്തിൻ്റെ ആ ഒരു വിശദീകരണത്തിൻ്റെ ആ ഒരു പ്രസൻറ്റേഷൻ്റെ ആദ്യത്തിലും അവസാനത്തിലും അശ്വിനി വൈഷ്ണവ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. കൂടാതെ കഴിഞ്ഞ 11 വർഷത്തിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ രാജ്യത്ത് നടത്തി എന്നുള്ള പ്രോഗ്രസ് കാർഡ് കൂടി അദ്ദേഹം ജനങ്ങൾക്ക് മുൻപിലേക്കും മാധ്യമങ്ങൾക്ക് മുൻപിലേക്കും വെച്ചു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനം എന്നുള്ളത് ഭാരതത്തെ സംബന്ധിച്ച് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ്. അത്രയധികം പോപ്പുലേഷനുള്ള രാജ്യമാണ് നമ്മുടേത്. ആ രാജ്യത്ത് 25 കോടിയിലധികം ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാൻ, അവർക്ക് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുന്നതിനുള്ള പ്രവർത്തന പരിപാടികൾ വിവിധ വികസന പദ്ധതികളിലൂടെ സാധിച്ചു. കഴിഞ്ഞ 11 വർഷത്തിനിടെയും 25 കോടിയിലധികം ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാൻ സാധിച്ചു. ഒപ്പം സാധാരണക്കാരായ 4 കോടി കുടുംബങ്ങൾക്ക് 4 കോടി വീടുകളാണ് പ്രധാനമന്ത്രി ആവാസ് യോജന വഴി കഴിഞ്ഞ 11 വർഷത്തിനിടയിൽ ഭാരതത്തിൻ്റെ വിവിധ മേഖലകളിൽ സ്ഥാപിച്ചിട്ടുള്ളത്. കൂടാതെ പുതിയ IITകൾ, എയിംസ് തുടങ്ങി രാജ്യത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനം മെച്ചപ്പെടുത്തുകയും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനുമാണ് ആദ്യഘട്ടത്തിൽ മോദി സർക്കാർ ശ്രമിച്ചിട്ടുള്ളത്. പിന്നീട് ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ സുശക്തമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുണ്ടായി. നിലവിൽ ഏറ്റവും കൂടുതൽ സങ്കീർണമായിട്ടുള്ള പ്രതിരോധ മേഖലയിൽ പോലും മേക്ക് ഇൻ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചുകൊണ്ട്, അതായത് പ്രതിരോധ മേഖലയിൽ പോലും ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും നേരത്തെ ഇറക്കുമതി ചെയ്തിരുന്ന പ്രതിരോധ മേഖല പോലും കയറ്റുമതിയിലേക്ക് ഭാരതം നടന്നു ചെന്നുകൊണ്ട് ലോകത്തിലെ വലിയ സാമ്പത്തിക സൈനിക ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 2047 മുൻപ് തന്നെ ഭാരതം വികസിത രാജ്യമായി മാറും എന്ന പ്രഖ്യാപനം കൂടിയാണ് മോദി സർക്കാരിൻ്റെ 11 വർഷം പരിപാടിയിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് നടത്തിയിട്ടുള്ളത്. അതിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുള്ള മറ്റു ചില കാര്യങ്ങൾ, രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷ ഉറപ്പാക്കാൻ സാധിച്ചു. മുൻപ് വിഘടനവാദികൾ അഴിഞ്ഞാടിയിരുന്ന വടക്കുകിഴക്കൻ മേഖലയിൽ ക്രമീകരണങ്ങളും നിയന്ത്രണങ്ങളും കുറച്ചുകൊണ്ട് അവിടെ സമാധാനം ഉറപ്പാക്കാനും വികസനം എത്തിക്കാനും സാധിച്ചു. 2014 മുമ്പ് വടക്കുകിഴക്കൻ മേഖലയിൽ റെയിൽ പദ്ധതി അല്ലെങ്കിൽ റെയിൽ ഗതാഗതം എന്നുള്ളത് അസാധ്യമെന്ന് പറഞ്ഞ് തള്ളിയിരുന്നെങ്കിൽ ഇന്ന് റെയിൽ പാതകൾ ഇലക്ട്രിഫൈ ചെയ്തുകൊണ്ട്, വൈദ്യുതീകരിച്ചുകൊണ്ട് വടക്കുകിഴക്കൻ മേഖലയും റെയിൽ ബന്ധം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ജമ്മു കാശ്മീരിൽ സമാധാനം ഉറപ്പാക്കാൻ സാധിച്ചു. ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതും തുടർന്നുള്ള നടപടികളും ചരിത്രം എന്ന് മാത്രമേ വിശേഷിപ്പിക്കാൻ സാധിക്കും. അത്തരത്തിൽ ചരിത്രപരമായ തീരുമാനമെടുക്കാൻ മോദി സർക്കാരിന് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. അത്തരത്തിൽ ആഭ്യന്തര സുരക്ഷ ഉറപ്പാക്കി, സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തി, 25 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റി, 4 കോടി വീടുകൾ പ്രധാനമന്ത്രി ആവാസ് യോജന വഴിയെത്തി, കർഷകർക്ക് അടിസ്ഥാന സൗകര്യവും മെച്ചപ്പെട്ട സാമ്പത്തിക ഗുണമേന്മയും ലഭിക്കുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങൾ എത്തിച്ചു. മുൻപ് സർക്കാർ 1 രൂപ ജനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നെങ്കിൽ അതിൻ്റെ പകുതിയിൽ താഴെ പൈസ മാത്രമായിരുന്നു ജനങ്ങളിലേക്ക് എത്തിയിരുന്നെങ്കിൽ ഇന്ന് 100% തുകയും, എല്ലാ പദ്ധതികളുടെയും 100% തുകയും അർഹരായിട്ടുള്ള ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കാൻ സാധിച്ചു. അത്തരത്തിൽ വിവിധ മേഖലകളിലുള്ള പദ്ധതിയിലൂടെ ആദ്യം ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുകയും ആഭ്യന്തര സുരക്ഷ വർദ്ധിപ്പിക്കുകയും പ്രതിരോധ മേഖലയിൽ ഉൾപ്പെടെ വികസിത രാജ്യമെന്ന യാത്രയിലേക്ക് ശക്തമായ അടിത്തറ പടുത്തുയർത്തിയെന്ന് കേന്ദ്ര സർക്കാർ വളരെ ആത്മവിശ്വാസത്തോടെ പറയുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.